ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഒരു വെജിറ്റബിൾ ഹോൾസെയിൽ മാർക്കറ്റിലൂടെയുള്ള സഞ്ചാരമാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ നോയിഡ എന്ന സ്ഥലത്തുള്ള പച്ചക്കറിയുടെ ഹോൾസെയിൽ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏതാണ്ട് 9 ലക്ഷത്തിനോട് അടുത്ത് ആൾക്കാർ താമസിക്കുന്ന വലിയ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് നോയിഡ. വലിയ IT കമ്പനികളുടെയും ഇലക്ട്രോണിക്സ് കമ്പനികളുടെയും ഫാക്ടറികൾ ധാരാളമുള്ള സ്ഥലമാണ് നോയിഡ. 1976 നോയിഡ എന്ന പുതിയ സിറ്റി രൂപീകൃതമാകുന്നത്. സഞ്ജയ് ഗാന്ധി ആയിരുന്നു ഇങ്ങനെയൊരു സിറ്റിയുടെ ആശയം ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരെയാണ് നോയിഡ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിനംപ്രതി നോയിഡയിൽ നിന്നും ദില്ലിയിലേക്ക് ജോലിക്കായി പോകാറുള്ളത്. നമ്മളിപ്പോൾ നോയിഡയിലെ പച്ചക്കറിയുടെ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. എന്റെ കൂടെ ഡോക്ടർ രാജുണ്ട്. ക്യാമറ കണ്ടപ്പോൾ ഡോക്ടർ രാജിന് പച്ചക്കറി മാർക്കറ്റിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹം. വെരി ബിഗ് ഫ്രൂട്ട് മാർക്കറ്റ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്സ് ആൻഡ് ദ ഫ്ലവർ മാർക്കറ്റ് ഓൾസോ. Okay, you can see behind me the entry gate of the vegetable market. നോയിഡയിലുള്ള മറ്റ് പച്ചക്കറി മാർക്കറ്റിലേക്കുള്ള സപ്ലൈ ഒക്കെ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നുമാണ് പോകുന്നത്. ഡൽഹിയിലും ഇതുപോലെ ആസാദ്പൂർ എന്ന സ്ഥലത്തും ഓക്ല എന്ന സ്ഥലത്തും 2 ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളും പഴങ്ങളും ഈ മാർക്കറ്റിൽ വാങ്ങിക്കുവാൻ കിട്ടും. 2013 ഇങ്ങനെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ രൂപീകൃതമാകുന്നത്. ഏതാണ്ട് 100 ഏക്കറിനടുത്ത് വിസ്തൃതിയുണ്ട് ഈ പച്ചക്കറി മാർക്കറ്റിന്. വരൂ, നമുക്ക് മാർക്കറ്റിലൂടെ ഒന്ന് നടക്കാം. ഫലവർഗ്ഗങ്ങൾ വിൽക്കുന്ന പ്രദേശത്തൂടെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ കുട്ടകൾ ഫലങ്ങൾ പാക്ക് ചെയ്യാനുള്ളതാണ്. കല്യാണത്തിലും അതുപോലെയുള്ള വിശേഷ അവസരങ്ങളിലും വീടുകൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടകളിൽ ഫലങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പോകാറുള്ളത്. നോർത്ത് ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട ഫലങ്ങളിലൊന്നാണ് പപ്പായ. ഈ പപ്പായ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. വലിയ അടുക്കും ചിട്ടയുമൊന്നും ഇല്ലാത്ത മാർക്കറ്റാണിത്. മഴയത്ത് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വളരെ പ്രയാസമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. മിക്കവാറും തെന്നി വീഴാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കീണു എന്ന് നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്ന ഇന്ത്യൻ മാൾട്ടയാണ് ഇത്.
ക്യാമറ കണ്ടപ്പോൾ ഈ പഴം വിൽക്കുന്ന കച്ചവടക്കാരന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹം. അയാൾ തന്റെ ബിസിനസിനെ പറ്റി പറഞ്ഞു തുടങ്ങി. चल रही मंडी में क्या भाव बिक रहा है? केले की बहुत मट्टी फलित है. इस टाइम केले नहीं बिक रहे हैं पूरे मंडी के अंदर में. हर फल की मट्टी हर फल की പഴങ്ങൾക്കൊക്കെ मट्टी ഇപ്പോൾ फलित. നല്ല വിലക്കയറ്റമാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് സെയിലും കുറവാണ്. ഞങ്ങളങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴാണ് ഈ കച്ചവടക്കാരന്റെ കൂടയിൽ നിന്നും ആപ്പിൾ മോഷ്ടിക്കുവാൻ അയാളുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ശ്രമിച്ചത്. അയാളെ സ്നേഹത്തോടെ ശകാരിക്കുന്ന രംഗം ഞങ്ങൾ കണ്ടു. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ എവിടെ പോയാലും മാർക്കറ്റുകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ബഹളവും സന്തോഷവും വഴക്കും ഒക്കെയുള്ള ഒരു സ്ഥലം. ക്യാമറ കണ്ടപ്പോൾ പൊതുവെ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഏത് ന്യൂസ് ചാനലാണെന്നോ ഏത് യൂട്യൂബ് ചാനലാണെന്നോ ഒക്കെ അവർക്കറിയണം. തുടുത്ത് ചുവന്നിരിക്കുന്ന ഈ ആപ്പിളുകൾക്ക് 1 കിലോയ്ക്ക് 120 രൂപയാണ് വില. 20 കിലോയുള്ള പെട്ടി നമ്മൾ മിനിമം വാങ്ങിക്കണം 2400 രൂപയ്ക്ക്. നോർത്ത് ഇന്ത്യൻ ഭക്ഷണത്തിൽ ഇലകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ്. ദാ ഇവിടെ പലതരത്തിലുള്ള ഇലകൾ വിൽക്കാൻ വച്ചിരിക്കുന്നു. ദാ ഇവിടെ കച്ചവടക്കാർ ഇരുന്ന് പാടത്തു നിന്നും കൊണ്ടുവന്ന കോളിഫ്ലവർ വൃത്തിയാക്കുകയാണ്. യമുനയുടെ തീരത്തുള്ള പാടങ്ങളിൽ നിന്നുമാണ് കോളിഫ്ലവർ കച്ചവടത്തിനായി കൊണ്ടുവരുന്നതെന്ന് ഈ കച്ചവടക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. ദാ ഇവിടെ കിലോയ്ക്ക് 200 രൂപ എന്ന നിരക്കിൽ വെളുത്തുള്ളി കച്ചവടം നടക്കുന്നു. തിരക്കിൽ നാരങ്ങയുടെ കച്ചവടം തകൃതിയായി നടക്കുന്നു. ദാ ഇവിടെ കടല മൂടോട് കൊണ്ടുവന്ന് പച്ചയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പല കറികളിലും പച്ചക്കടല അതുപോലെ തന്നെ വേവിച്ച് ഉപയോഗിക്കാറുണ്ട്. ദാ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇഞ്ചി കർണാടകയിൽ നിന്നുമാണ് നോയിഡയിൽ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2000 കിലോമീറ്റർ ദൂരെ നിന്നും. ഇവിടെ കുക്കുംബർ വിൽക്കാൻ വെച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഉരുളക്കിഴങ്ങും. കുക്കുംബർ 1 കിലോയ്ക്ക് 20 രൂപയാണ്. മിനിമം 10 കിലോ വാങ്ങിക്കണം. ചുരക്കായും അതുപോലെ 10 കിലോയുടെ പാക്കറ്റുകളാക്കി വെച്ചിരിക്കുന്നു. कितना किलो है? ऐसी बैटरी 10-12 किलो की. अच्छा. और जिसका फैमिली पड़ा हो. हाँ. कितना कंजप्शन है.
ഈ ക്യാരറ്റുകൾ രാജസ്ഥാനിൽ നിന്നും ഇവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. मिनिमम कितना है? कितना किलो होगा? ये 25 किलो 25 किलो का मिनिमम देना पड़ता है ना? कहाँ से आता है? खेती खेती कहाँ है पता नहीं ना? ഈ പാക്കറ്റുകൾ ഇരിക്കുന്നത് ടിൻഡ എന്ന് പറയുന്ന സബ്ജിയാണ്. अच्छा ठंडा है. ये कहाँ से आता है मार्केट? राजस्थान से. अच्छा खेती राजस्थान का है. और ये हमारा മാർക്കറ്റിനെ പറ്റിയുള്ള വിവിധ വിശേഷങ്ങൾ പറയുകയാണ് ഈ കച്ചവടക്കാരൻ. 2013 മുതൽ ഈ മാർക്കറ്റ് തുടങ്ങിയ ആ വർഷം മുതൽ ഇദ്ദേഹം ഇവിടെയുണ്ട്. വീട്ടിൽ പോകുന്നത് അപൂർവമായിട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. മാർക്കറ്റിലേക്കുള്ള ചരക്കുകൾ വരുന്നത് രാത്രിയിലാണ്. രാത്രി മുഴുവനും ഇത് അൺലോഡ് ചെയ്ത് രാവിലെ കച്ചവടത്തിനായി തയ്യാറാക്കി വെക്കുന്നു. ഏതാണ്ട് 12 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ മൊത്തം സാധനങ്ങളും വിറ്റ് തരുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഈ ഇരിക്കുന്ന വഴുതനങ്ങ വന്നിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുമാണ്. ഏതാണ്ട് 800 കിലോമീറ്റർ ദൂരമുണ്ട് നോയിഡയിൽ നിന്നും അഹമ്മദാബാദിന്. पंजाब हरियाणा का है. खुद यहाँ से सिकंदराबाद से भी आती है लोकल की. हाँ बट मेनली उधर पंजाब से आता है. जो बोरियो मारी है हाँ. छोटे कट्टों मारी है वो यहाँ के सिकंदराबाद की लोकल की. हाँ जो बड़ा आता है ज़्यादा आता है गाड़ी में. हाँ वो ദാ ഈ ഇരിക്കുന്ന ക്യാരറ്റുകൾ പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നതാണ്. पंजाब से इधर तक आ रहा है. पंजाब हरियाणा. तो वो खेती कितना इम्पोर्टेंट, फार्मर कितना इम्पोर्टेंट है? कहाँ से पूरा टारगेट जोड़ा होता है हर मंडी का. हाँ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടെ വെജിറ്റബിൾസ് എത്തുന്നത്. हाँ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും സീസൺ അനുസരിച്ചിട്ട് हाँ नहीं तो होगा नहीं. അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും നേരിട്ട് ഇവിടെ എത്തുകയോ അല്ലെങ്കിൽ ഡൽഹിയിലെ ആസാദ്പൂർ എന്ന സ്ഥലത്തെ വലിയ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും സോഴ്സ് ചെയ്യുകയോ ചെയ്യാറാണ് ഉള്ളതെന്ന് ഇയാൾ പറഞ്ഞു. अरे जिंजर जो है बैंगलोर से आ रहा है बोल रहा है ना, कर्नाटक से उधर ही होता है. टमाटर बैंगलोर साहब है. टमाटर बैंगलोर से, अदरक भी बैंगलोर से. अदरक बैंगलोर से. മാർക്കറ്റിനുള്ള ചെറിയൊരു ചായക്കടയാണ്. ഇതുപോലെയുള്ള കുറെ ചായക്കടകൾ ഇവിടെയുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത്. क्या लेके आया? ഇദ്ദേഹം ഭോപ്പാലിൽ നിന്നും ചരക്കുകളുമായി വന്നതാണ്. तो कितना भाव 20,000 രൂപയാണ് ഭോപ്പാലിൽ നിന്നും നോയിഡയ്ക്കുള്ള വാടക. है? തിരിച്ച് ഡൽഹിയിൽ നിന്നും ഭോപ്പാലിലേക്കും ഇയാൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. मिल जाता है, आज ही मिल जाता है. इधर के खाली करके शाम को जाके कल. आपको अपना गाड़ी है? ഇത് പച്ചക്കറി മാർക്കറ്റിന്റെ വേറൊരു ദൃശ്യമാണ്. हाँ ये आलू है. ഉരുളക്കിഴങ്ങ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. UP യിൽ നിന്നും MP യിൽ നിന്നുമൊക്കെയാണ് ഉരുളക്കിഴങ്ങ് ഇവിടെ എത്തുന്നത്. एक बार तुमको लेके चलेंगे उधर. मैं गया था हम गए थे ना. हाँ उधर पे गए थे वो चाकू वाकू वहाँ इतना बेचता रहता. हाँ हाँ. लेकिन बदबू बहुत आता है. फिश मार्केट में तो बदबू आएगा.
ദാ ഇവിടെ ഒരു റീറ്റെയിൽ സെയിൽ നടക്കുന്നു. ഹോൾസെയിലായിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുക്കാം. കുറച്ച് വില കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളൂ. 150 रुपये किलो है. ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ നിന്നും വാങ്ങിയിട്ട് ദാ ഈ കടയിൽ നിന്നും ഉരുളക്കിഴങ്ങും ഉള്ളിയും വാങ്ങി മടങ്ങാൻ തീരുമാനിച്ചു. തിരികെ മടങ്ങുമ്പോൾ മാർക്കറ്റിന് പുറത്ത് കണ്ടത് ഈ ചായക്കടയിൽ നിന്നും വയറ് നിറച്ച് പൂരിയും സബ്ജിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. ദില്ലിയെ പറ്റിയുള്ള കൂടുതൽ വീഡിയോയുമായി ഞാൻ മടങ്ങി വരുന്നവരെ നന്ദി, നമസ്കാരം.